Hello friends, welcome back to my channel. അപ്പം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പോഞ്ച് കേക്കാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടിപ്പുറത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് അരിപ്പ വെച്ചിട്ട് നമുക്ക് 1 കപ്പ് മൈദ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള 4 കോഴിമുട്ട എടുക്കാം. എന്നിട്ട് അതിൻ്റെ യോക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. മിക്സി നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ കോഴിമുട്ട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി 1 ടീസ്പൂൺ എസൻസ്, നിങ്ങൾ ഏത് ഫ്ലേവറിലെ കേക്കാണ് ഉണ്ടാക്കുന്നത് ആ എസൻസ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇടുന്നത് റോസ് വൈറ്റ് എസൻസ് ആണ്. ഇനി 1 കപ്പ് പഞ്ചസാര, നിങ്ങൾക്ക് മധുരം അധികം വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി. ഇനി ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ എഗ് യോക്സ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 മിനിറ്റും അടിച്ചെടുക്കണം. അതിനുശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വിസ്കോ ഫോക്കോ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊരു ക്രീമി ടെക്സ്ചറായി വരുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് ഓയിൽ, നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാവുന്നതാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ആ മൈദ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ബേക്കിംഗ് ട്രേ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ പകുതി ഒഴിക്കാം. നിങ്ങൾ ഒരിക്കലും ഫുൾ ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത് ബേക്കായി വരുമ്പോഴേക്കും പുറത്തോട്ട് പോകും. ഇവിടെ നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നില്ല, പകരം ഒരു കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രം 3 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമ്മുടെ കേക്ക് ടിന്നെ വെക്കാം. കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ കേക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. താങ്ക് യു.